ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആന വ്ളോഗ് ഏറ്റിട്ടുണ്ട് പുതിയ വ്ളോഗിലൊക്കെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളിന്ന് സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിൽ നിൽക്കുകയാണ്. ഇന്ന് സൈറോ സ്ക്വാഡും അണ്ടർ-11 അതുപോലെ തന്നെ ഓലയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. 10 o'clock മത്സരം തുടങ്ങുന്നത്. ഇപ്പോൾ 9:30 റിപ്പോർട്ടിംഗ് ടൈമാണ്. ഞാൻ കിച്ചുവിനെ അവിടെ ഇറക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇന്ന് സീനയും അച്ചുവും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും മനോഹരമായ സൈറോ അക്കാദമിയും അതുപോലെ തന്നെ ഓല ക്ലബ്ബും തമ്മിലുള്ള ആ ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ, കുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ. ഇതാണ് സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിലേക്ക് പോകുന്ന വഴി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അതാണ് മനോഹരമായ ഗ്രൗണ്ട്. 10 മണിക്കാണ് കളി തുടങ്ങുന്നത്. അതിന് മുൻപ് തന്നെ 1-2 മാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും ഒരു ക്രൗഡ് വന്നത്. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. കളി തുടങ്ങാനുള്ള സമയമായി. ഓലയും അതുപോലെ തന്നെ സൈറോ സ്ക്വാഡും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വാശിയേറിയൊരു മത്സരം തന്നെയാണ്. ഓല നല്ലൊരു ടീമാണ്. നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീം തന്നെയാണ് ഓല. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു പെർഫോമൻസിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്കൊരു വാശിയേറിയൊരു മത്സരം തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. മാച്ച് തുടങ്ങി. ഫസ്റ്റ് ഗോൾ ഡയറക്റ്റ് ഷൂട്ടായിരുന്നു. ഗോൾ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഷൂട്ടായിരുന്നു. പക്ഷേ നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു സമയം കിട്ടില്ല. ഫസ്റ്റ് ഗോൾ അടിച്ചു. സൈറയും ഒരു ഗോൾ നേടിയിരിക്കുകയാണ്. അപ്പോൾ സൈറയും ഒരു ഗോൾ, അതുപോലെ തന്നെ ഓല ക്ലബ്ബും ഒരു ഗോൾ നേടിയിരിക്കുകയാണ്. ആ ഒരു ഗോൾ എനിക്ക് മിസ്സായിപ്പോയി. അത് എടുക്കാൻ സാധിച്ചില്ല. Michael, press, Michael. Press, masaling tengah. Michael, on your left.
يلا مايكل هدف رصد Shit. Oh. ഓലക്കെതിരെ സൈറോ രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. ഓല Don't allow. Yeah, good. Nothing. جوا ഫസ്റ്റ് ഹാഫ് കളി അവസാനിക്കുമ്പോൾ ഓല ക്ലബ്ബ് 1 ഗോളും സൈറോ സ്ക്വാഡ് 2 ഗോളെന്ന നിലയിലാണ് നേടിയിരിക്കുന്നത്. വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് കുട്ടികൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വാശിയേറിയ ഒരു മത്സരം മുൻപൊന്നും കണ്ടിട്ടേയില്ല. എന്തായാലും മനോഹരമായ ഒരു കളി തന്നെയാണ്. 2 ടീമുകളും നല്ല ഫോമിലാണ്, ഒപ്പത്തിനൊപ്പം കളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം ഓല ക്ലബ്ബിനെതിരെ സൈറോയ്ക്ക് 1 ഗോൾ നേടാൻ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഇവിടെ തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ കിച്ചുമൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കിച്ചുമൻ്റെ കളി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് ഹാഫിലെ കളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഗോൾ ഇപ്പോൾ കിച്ചുമോൻ ഓല ക്ലബിനെതിരെ നേടുകയുണ്ടായി. അപ്പോൾ സൈറോ ക്ലബ്ബ് 1-ഉം ഓല 0-0 ഇപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ സൈറോ അക്കാഡമി ഓലക്കെതിരെ 1 ഗോൾ നേടിയിരിക്കുകയാണ്. നമ്മളെ കിച്ചുമോൻ 1 ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ സൈറോ 2 ഗോളും ഓല ക്ലബ്ബ് 1 ഗോളും എന്ന നിലയിലാണ് കളി അവസാനിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഇപ്പം സൈറോ 1 ഗോൾ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം ഓല ക്ലബ്ബും 1 ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ സൈറോ അക്കാഡമി ഓല ക്ലബ്ബും ഓരോ ഗോൾ നിലയിലാണ് ഇപ്പം സെക്കൻഡ് ഹാഫ് കളി തുടർന്നുകൊണ്ടിരിക്കുന്നത്.
സൈറോ ക്ലബ്ബ് രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ സൈറോ ക്ലബ്ബ് 2 ഗോളും ഓലെ 1 നിലയിലാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കളി അവസാനിക്കുന്ന സമയത്ത് സൈറോ 2 ഓലെ 1 ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഹാഫിലും 2 ഗോളെന്ന നിലയിലാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇപ്പോൾ സൈറോ ക്ലബ്ബ് 3 ഗോൾ നേടിയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ സൈറോ 3 ഓലെ 1 എന്ന നിലയിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വാശിയേറിയ മത്സരമാണ്. നമ്മളെ കുട്ടികളൊക്കെ നല്ല ഫോമിലാണ്, നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് കളി അവസാനിക്കുന്ന സമയത്ത് ഓല ക്ലബ്ബ് 1 സൈറോ ക്ലബ്ബ് 3 എന്ന നിലയിലാണ് ഗോൾ നേടിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ നമ്മളാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും മനോഹരമായ ഒരു കളിയാണ്, വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. 2 ടീമിലെയും കുട്ടികൾ നല്ല ഫോമിലാണ്. എന്തായാലും തേർഡ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തേർഡ് ഹാഫിൻ്റെ ഒരു മത്സരം ഇവിടെ തുടങ്ങുകയാണ്. ഇത് വാശിയേറിയ ഒരു കുട്ടികളുടെ മത്സരം തന്നെയാണ്. സൈറോ സ്ക്വാഡ് അണ്ടർ 11 ഓലെ ക്ലബ്ബും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരമാണ്. സാർല കിക്ക് ഓഫ് അക്കാദമിയിൽ നടക്കുന്ന തേർഡ് ഹാഫ് മത്സരം നമുക്ക് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് 2 ഹാഫിൽ സൈറോ ക്ലബ്ബാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. തേർഡ് ഹാഫിൽ ഫസ്റ്റ് ഗോൾ ഓലയ്ക്കെതിരെ സൈറോ ക്ലബ്ബ് നേടുകയുണ്ടായി. ആ ഗോൾ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ വേറൊരു കോളിലായിരുന്നു. എന്തായാലും മനോഹരമായ ഒരു ഷോട്ടായിരുന്നു, അത് കാണുവാൻ സാധിച്ചു, പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും സൈറോ ക്ലബ്ബ് ഓലയ്ക്കെതിരെ ഫസ്റ്റ് ഗോൾ നേടി. തേർഡ് ഹാഫിൽ ഓല ക്ലബ്ബ് 1 ഗോൾ നേടിയിരിക്കുകയാണ്.
സൈറോ സ്ക്വാഡിനെതിരെ റെഫറി വിളിച്ച പെനാൽറ്റി ഓലെ ക്ലബ്ബ് മനോഹരമായി അത് ഗോളാക്കി. ഇപ്പോൾ ഗോൾ നിലയിൽ സൈറോ സ്ക്വാഡ് 1 ഓലെ ക്ലബ്ബ് 2 എന്ന നിലയിൽ നിൽക്കുകയാണ്. ഒരു ഗോള് ഓലെ ക്ലബ്ബ് ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. സൈറോ സ്ക്വാഡിനെതിരെ റെഫറി വിളിച്ച ഹാൻഡ്ബോൾ മനോഹരമായി ഗോളാക്കിയിരിക്കുകയാണ് ഓലെ ക്ലബ്ബ്. ഇപ്പോൾ ഓലെ ക്ലബ്ബ് 3 ഗോളും അതുപോലെ തന്നെ സൈറോ സ്ക്വാഡ് 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. തേർഡ് ഹാഫിൻ്റെ കളി അവസാനിക്കാൻ ഏകദേശം 4 മിനിറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. തേർഡ് ഹാഫിൻ്റെ കളി അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ ഓലെ ക്ലബിനെതിരെ കൊച്ചു ഒരു ഗോൾ കൂടെ നേടുകയുണ്ടായി. അപ്പോൾ ഓലെ ക്ലബ്ബ് 3 സൈറോ ക്ലബ്ബ് 3 എന്ന നിലയിലാണ് തേർഡ് ഹാഫിൻ്റെ കളി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഓലെ 1 സൈറോ ക്ലബ്ബ് 2 എന്ന നിലയിലാണ് കളി അവസാനിച്ചത്. സെക്കൻഡ് ഹാഫിൽ സൈറോ 3 അതുപോലെ തന്നെ ഓലെ ക്ലബ്ബ് 1 എന്ന നിലയിലാണ് കളി അവസാനിച്ചത്. ഇപ്പോൾ തേർഡ് ഹാഫിൽ കളി അവസാനിക്കാൻ ഏകദേശം 1-2 മിനിറ്റുകൾ ശേഷിക്കെ ഓലെ ക്ലബ്ബ് 3 അതുപോലെ തന്നെ സൈറോ ക്ലബ്ബ് 3 എന്ന നിലയിൽ ഗോൾ നില തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും മനോഹരമായ ഒരു ഗോളാണ് ഓലെ ക്ലബിനെതിരെ സൈറോ സ്ക്വാഡ് നേടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഹാഫിൻ്റെ കളി അവസാനിക്കുമ്പോൾ സൈറോ സ്ക്വാഡ് 4 ഓലെ ക്ലബ്ബ് 3 എന്ന നിലയിലാണ് കളി അവസാനിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഓലെ ക്ലബ്ബ് 1 സൈറോ സ്ക്വാഡ് 2 സെക്കൻഡ് ഹാഫിൽ സൈറോ സ്ക്വാഡ് 3 ഓലെ ക്ലബ്ബ് 1 തേർഡ് ഹാഫിൽ ഓലെ ക്ലബ്ബ് 3 സൈറോ സ്ക്വാഡ് 4 എന്ന നിലയിലാണ് കളി അവസാനിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ കളി. കിക്ക് ഓഫ് അക്കാദമിയിലാണ് ഈ കളി നടക്കുന്നത്. സാറിലെ കിക്ക് ഓഫ് അക്കാദമിയിലാണ് ഈ മനോഹരമായ ഓലെ ക്ലബ്ബും സൈറോ സ്ക്വാഡിൻ്റെ അണ്ടർ 11 തമ്മിലുള്ള മത്സരം നടന്നത്. എന്തായാലും മൂന്നാമത്തെ ഒരു തേർഡ് ഹാഫ് അവിടെ കളി അവസാനിച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു വാശിയേറിയ കുട്ടികളുടെ ഫുട്ബോൾ മത്സരമായിരുന്നു നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇതുവരെ ഞങ്ങൾ കണ്ടതിൽ വെച്ചിൽ ഏറ്റവും വാശിയേറിയ ഏറ്റവും മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം. സൈറോ സ്ക്വാഡും ഓലയും തമ്മിലുള്ള ഈ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സാറിൽ നിന്ന് ഉമ്മലസത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ ഒരു വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ സൈറോ സ്ക്വാഡ് അണ്ടർ 11 ജയിച്ചിരിക്കുന്നത്. ഇനി JPLൻ്റെ മത്സരങ്ങളൊക്കെ നോയമ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. മാർച്ച് മാസത്തിൽ മത്സരങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഏപ്രിൽ മാസത്തിലായിരിക്കും ഈ ഒരു മത്സരം JPL മത്സരം കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ഈ മത്സരത്തിൻ്റെ മാക്സിമം പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.